ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്നതിനെല്ലാം കാരണം നമ്മൾ മാത്രമാണ്. ജീവൻ നിലനിൽക്കാനും എല്ലാവിധത്തിലുള്ള ചലനങ്ങൾക്കും ഊർജം നൽകുന്നത് സൂര്യനാണെങ്കിലും സൂര്യൻ സ്വയം ഒന്നിലും ഒരു പ്രവൃത്തിയിലും ഭാഗവാക്കാവുന്നില്ല. എന്നാൽ ഭൂമിയിൽ ഒരു പുൽക്കൊടി വളരണമെങ്കിൽ പോലും സൂര്യൻ ഉണ്ടാവണം. അതുപോലെ തന്നെയാണ് ഈശ്വരനും. ഈശ്വരൻ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മത്തിൻ്റെയും സാക്ഷിയും ആ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം തരുന്ന ആളുമാണ്. എന്നാൽ കർമ്മം നമ്മളാണ് ചെയ്യുന്നത്. അത് എങ്ങനെ ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതിനു വേണ്ടി നമുക്ക് ബുദ്ധിയും വിവേകവും തന്നിട്ടുണ്ട്. ഈ ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് നാം എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച ഫലം ഈശ്വരൻ തീരുമാനിക്കും. അതായത് നമ്മൾ എന്ത് അനുഭവിക്കണം എന്നതിന് കാരണക്കാർ നമ്മൾ മാത്രമാണ്. ചിലർ പറയും, ഈ ജന്മത്തിൽ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, എന്നിട്ടും എനിക്ക് ഇത്രയും കഷ്ടപ്പാടുകൾ എന്തുകൊണ്ടാണ് എന്ന്. അവയെല്ലാം നമ്മൾ മുൻ ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയതിൻ്റെതായിരിക്കാം. നല്ലത് ചെയ്തതിൻ്റെ അളവ് ചീത്ത ചെയ്യുന്നതിൻ്റെ അളവിനേക്കാൾ ഭാരം കുറഞ്ഞാൽ തീർച്ചയായും നമ്മൾ എന്ത് ചെയ്താലും നന്നായി വരികയില്ല. എന്നാൽ ആ അവസ്ഥയിൽ മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫലം എന്താണെന്ന് ചിന്തിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നന്മയ്ക്ക് ബലം കൂടുന്നതിനനുസരിച്ച് ഫലവും മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ജന്മത്തിൽ തെറ്റൊന്നും ചെയ്യാതിരുന്നിട്ടും കഷ്ടപ്പെടുന്നല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കാതെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന നന്മകൾ ചെയ്ത് നമ്മുടെ നന്മയുടെ ശക്തി കൂട്ടിക്കൊണ്ടുവന്ന് ഫലത്തെ നല്ലതാക്കാൻ ഈശ്വരനെ കൊണ്ട് ചിന്തിപ്പിക്കുക, അല്ലെങ്കിൽ നിർബന്ധിതനാക്കുക എന്നത് മാത്രമാണ്. കർമ്മങ്ങളുടെ വിളനിലമാണ് ഈ ഭൂമി. അവനവൻ വിതയ്ക്കുന്നത് മാത്രമേ അവനവൻ കൊയ്യുന്നുള്ളൂ. ലോകത്തിൻ്റെ ഈ കർമ്മ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്.